എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണ് നിൽക്കുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നില്ലായിരിക്കും, കാരണം നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലം തന്നെയൊക്കെയാണിത്. നമ്മുടെ ഏനാതി വീടാണ്, ശോഭയുടെയൊക്കെ ആദ്യ വീടാണ്, അച്ചിച്ചയുടെ വീടാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ വന്ന് ഇവിടെ കുറേ ചെടികളെല്ലാം ദിവസം പോലെ വിരിഞ്ഞ് പൂവൊക്കെ ഇട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ടുള്ള കാരണം ഞാൻ ഇനിയും എടുത്തൊന്നും പറയുന്നില്ല കേട്ടോ പേരൊക്കെ. അപ്പോൾ നമ്മളിവിടെ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ നല്ലൊരു കാറ്റും മഴയും, പ്രതീക്ഷിക്കാത്ത ഈ വേനൽക്കാലത്ത് മഴയും കാറ്റൊക്കെ വന്നു കേട്ടോ. വേനൽ വരാൻ തുടങ്ങുന്നേ ഉള്ളൂ, അങ്ങ് വെക്കേഷൻ ആകുമ്പോൾ അങ്ങ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ആ വേനലിൻ്റെ ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ മഴയൊക്കെ കയറി വരാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു കാലാവസ്ഥ ആണ് ഇന്നലെ സംഭവിച്ചത് ഇവിടെ. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ മഴയും കാറ്റും അങ്ങ് വീശാണ്ട്, അതൊക്കെ ഇന്നലെ ഒടിഞ്ഞു വീണാൻ തോന്നുന്നു. ഇത് കണ്ടില്ലേ, കാറ്റ് വീശിയിട്ടുണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ കുഴപ്പമില്ല, ഇത് ഒടിഞ്ഞു വീണതല്ലേ. നമുക്ക് ഏറ്റവും വലിയ നഷ്ടം വന്ന ഞാൻ 2 or 3 പാർട്ടൊക്കെ ഏറ്റെടുത്തിട്ട വീഡിയോയിലെ വാഴക്കുട്ടന്മാർ ഒടിഞ്ഞു കിടക്കുകയാണ്. പക്ഷെ അത് കാണുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ തോന്നും. അത് കണ്ടത് ചുമയുടെ കൃഷിയൊക്കെയാണ്. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടായിരുന്നു കൃഷി ചെയ്ത സംഭവങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇപ്പം ഇവിടുന്ന് അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. കാരണം നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നമുള്ള കാരണം നമ്മുടെ എല്ലാ ചെടിയും കരിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പലതും ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ വെള്ളമൊക്കെ വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്യാം. പിന്നെ അതല്ല, നമ്മുടെ വീട്ടിലും 2 വാഴ ഒടിഞ്ഞു പോയി. പിന്നെ കുറേ എണ്ണം ചരിഞ്ഞൊക്കെ പോയി. അതൊക്കെ നമുക്ക് വിടാമല്ലോ, നമ്മുടെ 2 എണ്ണമല്ലേ ഒടിഞ്ഞുള്ളൂ. ഇവിടെ ചട്ടിക്ക് വരെ സഞ്ചിയുടെ അകത്തൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതെല്ലാം സഞ്ചി, ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇതേ വളമൊക്കെ ഇട്ടിട്ട് സഞ്ചിയുടെ അകത്ത് തക്കാളി ഉണ്ടായിട്ടും ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് പഴുക്കുമേ. ഇത് ബ്രൊക്കോളി അല്ലേ ഗായ്സ്? ഇത് നമ്മുടെ ബ്രൊക്കോളിയാണ്. ഇത് ബ്രൊക്കോളി നമ്മുടെ വീട്ടിലുണ്ടോ? നമ്മുടെ വീട്ടിൽ ഇല്ല കേട്ടോ, അതുകൊണ്ടാണ്. ഇവിടെ ബ്രൊക്കോളി ഉണ്ട്. ബ്രൊക്കോളി ഞാൻ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടല്ല, ഇവിടെ വന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ കായ ഇടുവാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുണ്ടതേ, ഒരാഴ്ച കഴിയുമ്പോൾ വരും. അപ്പം നമ്മൾ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടില്ലേ, വാഴയെക്കാട്ടി നമ്മുടെ ജീവൻ അപകടമായ ഒരു സംഭവം. ഭാഗ്യത്തിന് ജീവനൊന്നും പോയില്ല. ഇത് കണ്ടില്ലേ, അതെന്താ, അടക്കാമരം. അയ്യോ ദേ, അത് കണ്ടോ, പിരിഞ്ഞിട്ടിങ്ങനെ ഒടിഞ്ഞു കിടക്കുക കേട്ടോ. കവുങ്ങ്, പലർക്കും അടക്കാമരം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, അതുകൊണ്ട് കവുങ്ങെന്ന് ഞാൻ പറയാം. കവുങ്ങെന്നും പറയാം, അടക്കാമരം എന്നും പറയും. അപ്പോൾ നമ്മുടെ അടക്ക ഇത് കണ്ടില്ലേ, ഇത് കണ്ടോ, എൻ്റെ ദേ ഇവിടുത്തെയൊക്കെ വാഴ ഇത് കണ്ടോ, ഇതവിടെ നിന്ന് ഒടിഞ്ഞിരിക്കുക കേട്ടോ. ഇത് കൊലച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, കൊലച്ച വാഴയായിരുന്നു. ഇതേ കായ് വരെ ഉണ്ടായി, അതുവരെ പോയിട്ടോ. അതെ ഇത് കണ്ടോ, ഇത് എനിക്കല്ല, അമ്മയൊക്കെ ഇവിടെ വന്ന് നിൽക്കുവാണെങ്കിൽ അമ്മയുടെ തലയും കിട്ടും. അപ്പം അങ്ങനത്തെ രീതിയിൽ ഉണ്ടോ. അപ്പം ശോമ എന്തോ തുണി വിരിച്ചിട്ട് എടുക്കാൻ വന്നപ്പോഴത്തേക്ക് തലയൊന്നും വീണില്ല, ഭാഗ്യത്തിന് ഇങ്ങനെ കിടക്കുമായിരുന്നു. പിരിഞ്ഞിട്ടാട്ടോ ഇത് ഒടിഞ്ഞ് കിടക്കുന്നത്, കണ്ടോ, കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഒരു കാര്യം പറയാം, എൻ്റെ മുഖം എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കും. ഇന്നലെ ഞാനൊരു റോസാപ്പൂ പറിച്ചതാണ് വീട്ടിൽ. അത് 5-6 പുഴു ഉണ്ടായിരുന്നു. അതിൻ്റെ മേത്ത് കയറി മുഖത്തൊക്കെ കടിച്ച് ചുണ്ടൊക്കെ പൊട്ടി ഇങ്ങനെ വീർത്തിരിക്കുമായിരുന്നു ഇന്നലെ. അതുകൊണ്ടാണ് എനിക്ക് കുറേ പണി കിട്ടി. ചൊറിഞ്ഞ് ഇല്ലാണ്ടായി, കഴുത്തൊക്കെ കടിച്ചെന്നെ ഒരു പരുവാക്കി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ എണ്ണയൊക്കെ വെച്ച് തേച്ച് കുറച്ചൊക്കെ കളഞ്ഞു കേട്ടോ, ഭാഗ്യത്തിന്. അത് ഇതുവരെ പോയിട്ടില്ല. അതേ ഗൈസ്, നമ്മുടെ വാഴ ഇത് കണ്ടില്ലേ, നമ്മുടെ വാഴക്കുട്ടന്മാർ ഒടിഞ്ഞു കിടക്കുന്നത് നോക്കുതേ. എന്തൊരു കഷ്ടമാണെന്നോ എനിക്ക്. എന്തായത്, നമ്മുടെ വാഴയല്ലേ പോയി കിടക്കുന്നത്. അത് അച്ചിച്ച അത് ഇച്ചിരിയൊക്കെ വെട്ടി മാറ്റിയിട്ടോ, എന്നു വെച്ചാൽ റോട്ടിലായിട്ട് വഴിയിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ വണ്ടിക്കൊന്നും പോകാൻ പറ്റില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഇത് കണ്ടോ, ഇത് കൊലച്ച വാഴയാണ്. നമുക്ക് വാഴ പോയെന്നും പറഞ്ഞാൽ കൊലച്ച വാഴയൊക്കെ ആട്ടോ കൂടുതലും പോയത്. ഇത് കണ്ടോ, കൊലയൊക്കെ ആയ വാഴ, ചുണ്ടൊക്കെ ഉള്ളൊരു വാഴയായിരുന്നു, അതൊക്കെ പോയി. അപ്പോൾ പോട്ടെ, നമുക്കിനി ഇപ്പം എന്താ ചെയ്യണേ അമ്മ? ഇപ്പം എന്താ ചെയ്യുന്നേ ഗൈസ്? ഞാനപ്പോൾ എടുത്തുകൊണ്ട് മൂടാൻ വേണ്ടി പോവാണ്. നമുക്കിത് മൂടാം. ചെയ്യോ ഉണ്ടില്ലേ, ഇതിങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്, ഇളകുന്നുണ്ട്. നമുക്ക് ഇത് മൂടി കൊടുക്കാം. മൂടാൻ പറ്റുന്നില്ല, വെയിറ്റാണ്.
ഇത് വാഴയുടെ വേരാണോ? ഇവിടെ പോരെ, ഇത്രയും പോരെ. നമുക്ക് ഇന്ന് ചവിട്ടി കൊടുക്കാം. സെറ്റ്. ഞൊട്ടാഞ്ഞൊടീനെ കണ്ടോളൂ. ഇത് കണ്ടില്ല, കുഞ്ഞാട്ടോ. പറിച്ചു നോക്കിയാലോ? അമ്മേ, ഒരെണ്ണം പറിച്ചു നോക്കിക്കോട്ടെ. പറിക്കുക. തുറന്നു നോക്കാം ഇങ്ങനെ. അയ്യേ, ഇത്ര എല്ലാവരും തിന്നോ? അത് ചീത്തയാണ്. ആ ചീത്തയല്ല, അത് മൂത്തിട്ടില്ല കേട്ടോ. ഇനി മൂത്ത് വരണം. അപ്പം ഇതൊക്കെ വലുതായി ഞാൻ മഞ്ഞ കളറിലാവുമ്പോൾ നിങ്ങളെ കാണിക്കാൻ പറ്റിയോടെ കാണിക്കാൻ. ഞാനത് വീട്ടിലുണ്ടാവും ചിലപ്പോൾ. ഇപ്പോൾ അറിഞ്ഞുകൂടാ, നോക്കാം കേട്ടോ. നമ്മളിതേ ചെടി മോഷണമാണ്. അമ്മ അവിടെ നിന്ന് പറിച്ചോണ്ട് പോകുന്നത് കേട്ടോ. ഞാൻ ഇതൊരു വെറൈറ്റി ചെടിയുണ്ട്. പൂ ഞാൻ കാണിച്ചു തരാം, വരും. ഇത് കണ്ടി, ഇതാണ് ഇതിൻ്റെ പൂ. ഇത് നന്നായിട്ട് വിരിയും. ഇപ്പോൾ ഉച്ച ആയതുകൊണ്ട് വാടിപ്പോയി. ഇതാണ് ഇതിൻ്റെ പൂ. ഇപ്പോൾ 10 മണിയൊക്കെ നമ്മുടെ വീട്ടിൽ എന്തോരം ഉണ്ടായിരുന്നല്ലോ. ഇത് കണ്ടോ, ഒരു സൈസ് നാട്ടുറോസയാണെന്ന് തോന്നുന്നു. നാട്ടുറോസ, കാട്ടുറോസ, അല്ല പിങ്ക് കളറിലുള്ള റോസ്. അപ്പോൾ ഇനി ഞങ്ങൾ അതിൻ്റെ ചെടിയാ. ഇപ്പം ചെടി വെക്കട്ടെ നമ്മൾ. അല്ല, വീട്ടിൽ പോയിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ. ഇതെന്താ, കനകച്ചെമ്പകരോ എന്തൊരു പേര്? ആ, കനകാമ്പരം. സ്കൂളിലൊക്കെ ഞങ്ങളുടെ കുറേ പേര് ഇങ്ങനെ തല വെച്ചുകൊണ്ട് വരണം കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇല്ലേ, തല ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് തന്നെ കാണാം. നല്ല രസമാണ്. പക്ഷേ ആ പൂ വെക്കണ കാണാൻ. കുറേ പേര്, ചിലരൊക്കെ ഉണ്ട് ഇങ്ങനെ അങ്ങ് വെച്ചുകൊണ്ട് വരും ക്ലാസ്സിലൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടത് ഓർക്കിഡിൻ്റെ വെറൈറ്റി ഒരു സൈസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ 10 മണി എല്ലാം അമ്മ പറിച്ചെടുക്കുവാണ്. എല്ലാത്തിൻ്റെ ഓരോ ടൈപ്പ് കളർ എടുത്തുകൊണ്ട് വരികയാണ്. ഓർക്കിഡ് ഒരെണ്ണം പൊക്കണം എന്നൊക്കെ പറയുന്നു. ഇത് പൊക്കിയ അമ്മേനെ ശോഭം പൊക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ പേരൊക്കെയൊക്കെ മുറിച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. മറക്കല്ലേ. ബൈ.